രാജ്യത്തെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഒരു ജനപ്രതിനിധി ഉറക്കെ വിളിച്ചു പറയുമ്പോൾ നീതിയുക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ വാനിലേക്ക് ഉയർന്നുപോയ ജസ്റ്റിസ് ലോയെയാണ് നമുക്ക് ഓർമ്മ വരിക. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയാണ് ഇപ്പോൾ ബിജെപിക്കാരും സംഘമിത്രങ്ങളും വാളെടുക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ഇടക്കാല വിധി വന്നതിന് ശേഷം സുപ്രീം കോടതിക്കെതിരെ ജഗദീഷ് ധൻഖറും ദിനേശ് ശർമ്മയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ജാർഖണ്ഡിലെ ഘോട്ടയിൽ നിന്ന് ബിജെപി എംപിയായ നിഷികാന്ത് ദുബെയും രംഗത്ത് വന്നിരിക്കുന്നു. മുർഷിദാബാദിൽ നടന്ന കലാപത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇവിടെ നടക്കുന്ന എല്ലാ കലാപങ്ങൾക്കും ഉത്തരവാദിയെന്നാണ്. ഇതേ തുടർന്ന് നിഷികാന്ത് ദുബെക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കുന്നതിന് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകനായ അനസ് തൻവീർ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. നിഷികാന്ത് ദുബെയുടെ പരാമർശം അപകീർത്തിപരവും പ്രകോപനപരവുമാണെന്നാണ് കത്തിൽ പറയുന്നത്. വഖഫ് നിയമ ഭേദഗതിയിലുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ പരാമർശങ്ങൾ, അതുപോലെ തന്നെ സംഘീയ ഗവർണർമാരുടെ തരിപ്പ് കയറിയുള്ള ബില്ലുകളുടെ മേലുള്ള അടയിരിപ്പിനുമെതിരെ നടത്തിയ ഇടപെടലുകളെല്ലാം സംഘമിത്രങ്ങൾക്ക് ഇപ്പോൾ കോടതികളെല്ലാം തന്നെ ജിഹാദി കോടതികളായി മാറിയ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ബിജെപി നേതാക്കൾ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിനെതിരെ യാതൊരു ഭയമോ മടിയോ കൂടാതെ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കുന്നതും ഇത്തരം ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കുന്നതും. രാജ്യത്തെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഒരു ജനപ്രതിനിധി ഉറക്കെ വിളിച്ചു പറയുമ്പോൾ നീതിയുക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ വാനിലേക്ക് ഉയർന്നുപോയ ജസ്റ്റിസ് ലോയെയാണ് നമുക്ക് ഓർമ്മ വരിക. അന്ന് ജസ്റ്റിസ് ലോയ നിശബ്ദനായപ്പോൾ സൊഹ്റാബുദ്ദീൻ കേസിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടത് അന്നത്തെ ബിജെപി നേതാവായിരുന്ന അമിത്ഷാ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ഭരണകൂടം ഇച്ഛിക്കുന്ന വിധി വരാതിരിക്കുമ്പോൾ കോടതികൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് ഫാസിസത്തിന്റെ കൈക്കരുത്ത് അന്നത്തേക്കാൾ കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണെന്ന് നമുക്ക് ഊഹിക്കാം. ഭീഷണിയിലൂടെ ജുഡീഷ്യറിയെ നിശബ്ദമാക്കാനുള്ള തന്ത്രം. രാജ്യത്ത് നടക്കുന്ന എല്ലാ സിവിൽ യുദ്ധങ്ങൾക്കും കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണെന്ന് പറഞ്ഞ എം പി അനുബന്ധമായി പറഞ്ഞത്, സുപ്രീം കോടതി നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ രാജ്യത്ത് പാർലമെന്റ് അടച്ചുപൂട്ടുന്നതാണ് നല്ലത് എന്നാണ്. മതസ്പർദ്ധയടക്കം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്നത് രാജ്യത്തെ സുപ്രീം കോടതിയും ചീഫ് ജസ്റ്റിസുമാണെന്നാണ് ദുബെ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ അധികാരപരിധി മറന്നു പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും സുപ്രീം കോടതി മാത്രം മതിയെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടുകയാണ് നല്ലത് എന്നാണ് നിഷികാന്ത് ദുബെ പറഞ്ഞത്. വഖഫ് നിയമ ഭേദഗതിയിലുള്ള ഹർജികൾ പരിഗണിക്കവേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പുറപ്പെടുവിച്ച പ്രസ്താവന സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകൻ പി ദിനേശ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു. വഖഫ് നിയമ ഭേദഗതി സംബന്ധിച്ചുള്ള ഹർജികൾ ഇന്ന് പരിഗണിച്ചിരുന്നു. വാദം കേൾക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് സവിശേഷമായ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളിൽ മതമില്ലാതാവുന്നു, ഞങ്ങൾ മതേതരത്വം പുലർത്തുന്നു. ഇതായിരുന്നു ആ പ്രസ്താവന. ആ പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് പി ദിനേശ് എഴുതിയത്, അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യവും എന്നാണ്. ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും മതം പരാമർശിക്കുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. എന്നിരുന്നാലും വഖഫ് നിയമത്തിനെതിരെ സംസാരിച്ച 99% അഭിഭാഷകരും ഹിന്ദുക്കളായിരുന്നു എന്നതാണ് സത്യം. നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത ജഡ്ജിമാരും ഹിന്ദുക്കളായിരുന്നു. അവർക്ക് മുന്നിലുള്ളത്, അവരെ നയിക്കുന്നത് ഒരേ ഒരു രേഖയാണ്, അതാണ് നമ്മുടെ ഭരണഘടന. എന്നാൽ ഇതിനൊക്കെ മുമ്പ് നമ്മുടെ രാജ്യത്തെ പ്രമാദമായ ഒരു കേസിന് വിധി പറഞ്ഞ ജഡ്ജി ഉണ്ടായിരുന്നു, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ബാബരി മസ്ജിദ് കേസിൽ വിധി പറഞ്ഞ അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം ബാബരി മസ്ജിദിന്റെ വിധി പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ രാജ്യത്തെ മുസ്ലിങ്ങളും മതന്യൂനപക്ഷ വിഭാഗങ്ങളും നീതിയുക്തമായ വിധിയിലൂടെ ഒരു കേസിന്റെ തീർപ്പ് കൽപ്പിക്കുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഏകദേശം
അവസാന നിമിഷം വരെ, വിധിയുടെ അവസാന നിമിഷം വരെ മുസ്ലിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു എന്ന നിലയിലായിരുന്നു വിധി വായിച്ചുകൊണ്ടിരുന്നത്. ബാബരി മസ്ജിദ് മുഗൾ ചക്രവർത്തിയായ ബാബർ നിർമ്മിച്ചതാണെന്നും അവിടെ മുസ്ലിങ്ങൾ ആരാധന നടത്തിയിരുന്നുവെന്നും രാംലല്ല വിഗ്രഹം അവിടെ കൊണ്ടുവച്ചതാണെന്നും അങ്ങനെ നിരവധി സത്യങ്ങൾ ബാബരി മസ്ജിദിന് അനുകൂലമായി വിധി വായിച്ച കോടതി അവസാനം ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെ സവിശേഷമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ പ്രസ്തുത സ്ഥലം ഹിന്ദുക്കൾക്ക് രാമക്ഷേത്രം നിർമ്മിക്കാൻ വിട്ടു നൽകണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പകരം മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ ഭൂമി യു പിയിൽ തന്നെ കണ്ണായ സ്ഥലത്ത് നൽകാമെന്നായിരുന്നു. കണ്ണായ സ്ഥലത്ത് നൽകാമെന്ന വിചിത്ര വിധിയായിരുന്നു അന്ന് അദ്ദേഹം പുറപ്പെടുവിച്ചത്. തികച്ചും സുപ്രീം കോടതിയെ ഒരു മധ്യസ്ഥന്റെ നിലയിലേക്ക് ഇറങ്ങി വന്ന പച്ചയായ കാഴ്ചയായിരുന്നു അന്ന് നാം കണ്ടത്. അവിടെ കണ്ടെത്തിയ തെളിവുകളൊക്കെ മാറ്റിവെച്ച് ഭരണകൂടത്തെയും ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തെയും തൃപ്തിപ്പെടുത്തുകയായിരുന്നു സുപ്രീം കോടതി ചെയ്തത്. മുസ്ലിം ജനതയിൽ ആ വിധിക്കെതിരെ പ്രയാസമുണ്ടായെങ്കിലും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ പരസ്യമായി വെല്ലുവിളിക്കാൻ രാജ്യത്തെ മുസ്ലിങ്ങൾ തയ്യാറായില്ല. പിന്നീട് അതേ DY ചന്ദ്രചൂഡൻ സൂചിപ്പിച്ചത് അത്തരത്തിലൊരു വിധി പറയാൻ ദൈവം തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ്. ദൈവത്തിന്റെ ആജ്ഞ കേട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞ ആദ്യത്തെ കേസായിരിക്കണം ബാബരി മസ്ജിദിന്റെ കേസ്. സുപ്രീം കോടതിയിൽ അന്ന് ബാബരി മസ്ജിദിന്റെ വിധി പറയുമ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത്, ഈ വിധി ഏതെങ്കിലും മതത്തിന്റെയോ ദൈവത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പിൻബലത്തിലല്ല, കണ്ടെത്തിയ സത്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണെന്നായിരുന്നു. എന്നാൽ അതേ ജഡ്ജി തന്നെയാണ് പിന്നീട് പറഞ്ഞത്, ഞാൻ ബാബരി മസ്ജിദിന്റെ വിധി പറഞ്ഞത് ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ചാണ്. എന്നിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കോടതിയെ വെല്ലുവിളിക്കാൻ ഇറങ്ങിയില്ല. പക്ഷേ ഇപ്പോഴിതാ ഭരണകൂടം അസാധാരണമായ ഒരു നിയമം ഉണ്ടാക്കിയപ്പോൾ രാജ്യത്തെ ഒരു വിഭാഗം പൗരന്മാരോട് പ്രതികാരം ചെയ്യും പോലെ അവരെ ഒറ്റപ്പെടുത്താനും ശത്രുക്കളാക്കി മാറ്റാനും ഭരണകൂടം ശ്രമിക്കുമ്പോൾ ആ നിയമത്തിനെതിരെ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ജുഡീഷ്യറിയെ, സുപ്രീം കോടതിയെ, അതിന്റെ ചീഫ് ജസ്റ്റിസിനെ പൊതുജനമധ്യത്തിൽ താറടിച്ചു കാണിക്കുന്നു ഹിന്ദുത്വവാദികൾ, ജിഹാദിയായി ചിത്രീകരിക്കുന്നു ഹിന്ദുത്വവാദികൾ. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരും സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുന്നവരും സാധാരണക്കാരല്ല, തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ഉപരാഷ്ട്രപതിയും എല്ലാമാണ്. രാജ്യത്തെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ കൂട്ടുനിൽക്കാതിരുന്നാൽ എല്ലാവരും ബിജെപിക്കും സംഘശക്തികൾക്കും അനഭിമതരായിരിക്കും എന്നും അവർ ആക്രമിക്കപ്പെടേണ്ടവരാണെന്നുമുള്ള മുന്നറിയിപ്പാണ് ഈ വെല്ലുവിളികളും ആക്ഷേപങ്ങളും. രാജ്യത്തിന്റെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അതിനു നേരെ വാളോക്കി വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും തടഞ്ഞു നിർത്താനും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് അധികാരമില്ല എന്ന് പറയുമ്പോൾ രാജ്യം പോകുന്നത് ഏകാധിപത്യ ഹിന്ദു ഫാസിസത്തിലേക്കല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.